അപ്പോഴേ അത് തന്നെ പ്രോബ്ലം. അടുത്ത പ്രാവശ്യം വരുമ്പോൾ മാറ്റി കൊടുക്കാം. നല്ലത്. ഇപ്പൊ ശരിയായത്? ആ ഇപ്പൊ ഓക്കെയാ. അപ്പോ ആ ചേട്ടാ, അതെ ആ സർവീസ് വയർ മാറ്റേണ്ടി വരും കേട്ടോ. ആ ശരി. ഇപ്പൊ തൽക്കാലം ഒന്നിങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഓ ഓ. അതിന് വല്ല കാറ്റോ മഴയൊക്കെ വരുമ്പോ അത് വിടാൻ സാധ്യതയുണ്ട്. ആ ശരി. നമ്മളിപ്പോൾ ഈ സർവീസ് വയർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, നിങ്ങൾ അവിടെ ഒരു അപേക്ഷ എന്തെങ്കിലും കൊടുക്കുന്നേ. ഒരു പരാതി കൊടുത്തുതരാം. അപ്പൊ ഞങ്ങൾ ഇനി വരുമ്പോ മാറ്റി തരാം. നിറച്ചു ഉറുമ്പാണല്ലോ. ആ റീഡ് ചെയ്യാൻ പറ്റൂല, മറ്റേ മീറ്റർ റീഡിങ്ങിന് വരുമ്പേ. ഇപ്പം ഈ മഴയും പരിവൊക്കെ ഇല്ലേ, ആളെ കിട്ടുന്നില്ല. എന്നാൽ ഒരു മിനിറ്റ് ഇരിക്കാം, ചായ എടുക്കാം. ചായ വേണ്ട, ചായ പുള്ളിക്ക് നോമ്പാണ്. ആ ശരി. വന്നതിൽ സന്തോഷമുണ്ട്. ഓക്കെ ശരി. എന്ത് എനിക്ക് വേണ്ട? വേണ്ടാന്ന്. എനിക്ക് നോമ്പല്ലേ. നോമ്പാണെങ്കിൽ എന്താടാ, ഇത് പണിയെടുത്ത പൈസ അല്ലേ? ഇത് പണിയെടുത്ത പൈസ. കനക നോമ്പെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നീ വിചാരിച്ചാണ്? വെറുതെ പട്ടിണിക്കലല്ല. കൈക്കൂലി വാങ്ങരുത്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊരു ആത്മസംസ്കരണമാണ്, അല്ലാതെ വെറുതെ പട്ടിണിക്കലൊന്നും അല്ല. പിന്നെ ഒരു മാസം പോരാട്ടോ, 6 മാസം വേണം. ആ ഇത് എടാ കനക, ഇത് ജീവിതത്തിൽ മുഴുവൻ പകർത്തേണ്ട ഒരു കാര്യമാണ്. നമ്മൾ 12 മാസം എന്താ ചെയ്യണം? തിന്നും കുടിച്ചും തോന്നണ ചെയ്തുമൊക്കെ ജീവിക്കല്ലേ. ഇതാകുമ്പോൾ 1 മാസം ശരീരത്തിനും മനസ്സിനും ഒക്കെ റെസ്റ്റാണ്. കള്ള് കുടിക്കാൻ പാടില്ല, കലി കയറാൻ പാടില്ല, ഇതുപോലെ കൈക്കൂലിയൊന്നും വാങ്ങാൻ പാടില്ല. സത്യസന്ധമായിട്ട് ജീവിക്കണം. അങ്ങനെയാണെങ്കിലേ ഞാൻ ഒരാഴ്ച നോമ്പ് മാറ്റാലോ? ഒരാഴ്ചയൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല. നീ ഒരു ദിവസം ഒന്ന് എടുത്ത് നോക്ക്, എന്നിട്ട് അപ്പം അറിയാലോ നമുക്ക് ഇതിൻ്റെ ഒരു പുളി. എടുക്കണ്ട. പിന്നെന്താ, റംസാൻ മാസം ആയി കഴിഞ്ഞാൽ എല്ലാ നോമ്പ് പിടിക്കുമ്പോ പിന്നെ ഈ 11 മാസം എന്തൊക്കെ കുരുത്തക്കേട് ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ ഈ ഒരൊറ്റ മാസം കൊണ്ട് കഴിക്കളയും. അത് അവർക്ക് നിർബന്ധമാണ്. ആ മാസത്തിൽ സകല മുസ്ലിങ്ങളും നോയമ്പ് പിടിച്ചിരിക്കും. പിന്നെ മാവേലി തറയുന്ന എന്നെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടിരുന്നതിന് മുമ്പേ ഞാനും നോയമ്പ് പിടിക്കുമായിരുന്നു. ശരിക്കും ഞാനും നോയമ്പ് പിടിക്കുമായിരുന്നു. അതായത് ഞങ്ങളുടെ ഈ പിന്നെ എൻ്റെ നാട്ടിൽ സുഹറാന്ന് പറഞ്ഞൊരു പെണ്ണുണ്ടായിരുന്നു. അവൾ നോമ്പ് പിടിക്കും. എൻ്റെ പ്രായമാണ്, ഞാനും കൂടെ നോമ്പ് പിടിക്കുമായിരുന്നു. പിന്നെ ഈ സന്ധ്യക്ക് വാങ്ക് വിളിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നോയമ്പ് മുറിക്കും. നോയമ്പ് മുറിക്കുന്നത് വല്ല കാര്യക്കാൻ നിസ്സാരപ്പെട്ട എന്തെങ്കിലും കൊണ്ടൊക്കെ ആയിരിക്കും. തരിക്കഞ്ഞി. എന്റെ പൊന്നേ, തരിക്കഞ്ഞി കുടിക്കണം. നീ കുടിച്ചിട്ടില്ലല്ലേ? ഞാൻ കുടിച്ചിട്ടുണ്ട്. എനിക്ക് പാസിൽ തരൂലേ? ഇനിയിപ്പോ നിനക്ക് കിട്ടില്ല. നമുക്ക് നോമ്പ് പിടിക്കാം. ഞാൻ റെഡിയാണ്. പക്ഷേ വേറെ എന്തൊക്കെ അറിയാനല്ലേ? അറിയാൻ എന്തായിരിക്കും ഞാൻ പറഞ്ഞുതരാം. അറിയാനൊന്നുമില്ല അതിന്. പിന്നെ ഈ രാത്രി ഇടയത്താഴം എന്നും പറഞ്ഞൊരു അത്താഴമുണ്ട്. ഈ വാങ്ക് കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇടയത്താഴം കഴിച്ചോളൂ. വെളുപ്പിന് സുബഹി വാങ്ക് അത് കേട്ട് പിന്നെ അന്ന് സന്ധ്യ ആകുന്നത് വരെ ഒരു വക കഴിക്കാൻ പാടില്ല. പിന്നെ വൈകുന്നേരത്ത്, അതായത് സന്ധ്യക്ക് വാങ്ക് കേട്ടതിന് ശേഷം നോയമ്പ് മുറിക്കണം. അപ്പോഴാണ് എന്തെങ്കിലും കഴിക്കാവുന്നത്. അപ്പൊ അതിൽ മുഴുവൻ യാതൊരു വക കഴിക്കാൻ പാടില്ല. അല്ലമ്മ ഇപ്പൊ വെള്ളമൊന്നും കുടിക്കാൻ പാടില്ല. അയ്യോ, വെള്ളം നോമ്പ് നോക്കണത് നിനക്കത് പറ്റുമെങ്കിൽ തുടങ്ങിക്കോ, ഞാൻ റെഡിയാണ്. നമുക്ക് ചെയ്യാട്ടാ, നല്ലതല്ലേ? പിന്നെന്താ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇനി അതിൽ ശ്രദ്ധിക്കാൻ? ശ്രദ്ധിക്കാനൊന്നുമില്ല. വേറെ ഒന്നുമില്ല. പിന്നെ അതിൽ പറയണ ശ്രദ്ധിക്കുക, അതൊന്നും നിനക്ക് നടക്കില്ല. എന്നോണം പറയാൻ പാടില്ല, കള്ളുടിക്കാൻ പാടില്ല. അത് പിന്നെ ഇല്ല, അവർക്ക് നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ വേറെ കൈക്കൂലി വാങ്ങാൻ പാടില്ല, അങ്ങനെ എന്തൊക്കെയുണ്ട്. ചെയ്യാൻ പാടില്ലാത്തൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ ഇത് അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ അത് ശ്രദ്ധിക്കാലോ. എന്നാ എന്തായാലും നാളെ തന്നെ എടുക്കാം. നാളെ ഞങ്ങൾ നോമ്പാട്ടോ. അമ്മ എടുത്തോളേ, അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാ മതി നാളെ. ശരി ശരി ശരി. അമ്മ എടുക്കണോ? അയ്യോ എന്റെ ദൈവമേ, എന്നെ കൊണ്ടുപോയി. പണ്ട് ഞാൻ കുറെ നോമ്പ് എടുത്തതാ. ഇപ്പൊ എനിക്ക് എടുക്കാനൊന്നും പറ്റില്ല. അതേന്നെ, ഷുഗറൊക്കെ ഉള്ളതാ. ചുമ്മാ പിന്നെ എനിക്ക് ഇനിയിപ്പോ നടക്കത്തൊന്നും. ഇതാണ് ഇടയത്താഴം. നിറച്ച് കഴിച്ചോളണം. കഴിക്കും. വെളുപ്പിനായോണ്ട് ചെല്ലണല്ലമ്മ. ചെന്നാലും ചെന്നില്ലെങ്കിലും വയറും നിറച്ച് കഴിക്കണം. ഞാൻ പറഞ്ഞ് ഇന്നിന് വാങ്ങി വിളിച്ചതിന് ശേഷം മാത്രമേ എന്തെങ്കിലും കഴിക്കാൻ പറ്റത്തുള്ളൂ. അമ്മ അത് പറഞ്ഞു ഓർത്തിട്ട് ഞാൻ വെളുപ്പിന് എണീറ്റ് തന്നെ കഴിക്കാൻ വേണ്ടിട്ട്. നിറച്ച് കഴിക്കണം. കൂടെ കഴിക്കും. കറിയായിട്ട് കുറച്ചുകൂടെ കഴിക്കാം. അമ്മേ രാവിലെ ആയതുകൊണ്ടേ അങ്ങോട്ട് ചെല്ലണില്ല. പക്ഷേ അഞ്ചാമത്തെ പോയിട്ട് അവിടെ കണ്ടോ അമ്മേനെ കളിയാക്കണം. നീ നിറച്ച് കഴിക്കാം. അവൻ അതും ഇതുമൊക്കെ പറയും. കഴിക്കാം.
ഇന്നത്തെ ദിവസം വേറെ ഒന്നും കിട്ടൂലേ? ചേട്ടാ എന്നെ കാണാതെ ഈ നോമ്പ് നോറ്റിട്ട് നിങ്ങൾ വേറെ ഒന്നും എടുത്ത് തിന്നുകളായിരുന്നു കേട്ടാ. ഏട്ടനോട് പറ, ഏട്ടനാ. അല്ല നോമ്പ് പിടിച്ചില്ലെങ്കിൽ പിടിച്ചില്ലെന്നേ ഉള്ളൂ. നോമ്പെന്ന് പറയുന്നൊരു സത്യമുള്ള കാര്യമാണ്. അതെ, അങ്ങനെയാണെങ്കിൽ നമ്മളിത് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, അങ്ങനെയാണെങ്കിൽ ഇതിന് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് കഴിക്കും. മതി മതി മതി. വെള്ളം കുടിച്ചു ഏട്ടാ, വൈകിട്ടായാലേ കിട്ടുള്ളൂ. വെള്ളം പോലും കുടിക്കാൻ പാടില്ല, ജലപാനം. കണ്ടോ, അപ്പൊ വേണം. ഒറ്റ ക്ലാസ് വെള്ളം കുടിച്ചാൽ പരിപാടി എടുത്തിട്ടാ നിറച്ചു. ഞാൻ ഈ ചപ്പാത്തിയും കൂടി തിന്നാ കഴിഞ്ഞിട്ട് എണീക്കുള്ളൂ. ഞാൻ നിർത്തി. മതിയോ? ഓക്കെ. എന്റെ കർത്താവേ, നീ തങ്കം ഇങ്ങോട്ട് വന്നേ. എന്താ ഇത് കണ്ടോ? വാ ഇങ്ങോട്ട്, ഇങ്ങോട്ട് വാ. ഇത് കണ്ടോ? കാണാം. നിന്നോട് എത്ര പറഞ്ഞാലും നീ തോട് കട്ടിയില്ലല്ലോ. ഇതെന്താണെന്നറിയാമോ? മെഴുക്. ദൈവമേ, ദൈവമേ, നോക്ക്, തൊട്ട് നോക്ക്, മെഴുക. ഇതാണോ നമ്മൾ തിന്നണത്? എന്നിട്ട് എന്തായാലും ഒരു കാര്യം എളുപ്പമായി. ഇതിലൊരു തിരിയും കൂടെ ഇട്ടാൽ കറണ്ട് പോകുമ്പോൾ കത്തിച്ച് വെക്കാം മെഴുകുതിരിയായിട്ട്. ഈ ഗവൺമെന്റ് എന്തൊന്നും ചെയ്യാത്തത്? കണ്ണി കാണുമ്പോ എല്ലാം കൂടെ നിരോധിക്കേണ്ടി, ഇതിനൊന്നും ചെയ്യാൻ ആരുമില്ല. അതങ്ങനെയാണ്. ഇതുപോലുള്ള സാധനങ്ങൾ നിരോധിക്കാതെ പാവപ്പെട്ടമാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ അങ്ങ് നിരോധിക്കും. പിന്നെ അത് മണ്ടത്തരമായി പോയി തോന്നുമ്പോൾ വീണ്ടും അതിനെ തിരിച്ചു കൊണ്ടുവരും. എന്നിട്ട് വിഷം മുഴുവൻ നമ്മൾ കഴിക്കുകയും ചെയ്യും. കഷ്ടം. ആപ്പിൾ വാങ്ങുമ്പോൾ മെഴുകുതിരി ഫ്രീ. കൊള്ളാം. ഇത് തോട് കട്ട് ചെയ്യാതെ തിന്ന. ഇത് തോട് കട്ട് ചെയ്യാനാണ് നല്ലത്. നീ ഒന്ന് കട്ട് ചെയ്യുമോ? കട്ട് ചെയ്തേടി. ഞാൻ കട്ട് ചെയ്ത ചിലപ്പോൾ ഇത് അമ്മ. അല്ല നിങ്ങളൊക്കെ ഊണ് കഴിച്ചാ? എനിക്ക് സമയത്ത് കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് കയറുക. ചോറ് ഇരിപ്പുണ്ടോ? ചോറ് എടുക്കാൻ കഴിച്ചില്ലേ? ഇല്ല. അല്ല, ഞാൻ ആശുപത്രി പോയിട്ട് വന്നപ്പോഴത്തേക്ക് അവള് നിന്നും ഉണ്ടാക്കിയില്ല. നല്ല ക്ഷീണം. അവർക്ക് നോമ്പല്ലേ? ആർക്ക് നോമ്പ്? അവർക്ക് രണ്ടുപേർക്കും നോമ്പ്. എടി ഇപ്പൊ മുസ്ലിങ്ങളുടെ നോമ്പല്ലേ, അത് അവർ രണ്ടും കൂടെ നോമ്പ് പിടിച്ച്. മുസ്ലിങ്ങളുടെ നോമ്പോ? നമ്മൾ ഹിന്ദുക്കളല്ലേ? ഓ, അതിന് നോമ്പ് പിടിച്ചുവിടുന്നുണ്ടാ? നോമ്പ് പിടിക്കാൻ ആർക്കും എപ്പോഴും വേണമെങ്കിലും പിടിക്കാൻ നോമ്പ്. അല്ല, ഈ നോമ്പ് എടുക്കുന്ന പറഞ്ഞാൽ നമ്മള് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എടുക്കും. അതിപ്പോ ഹിന്ദുക്കൾക്ക് എന്തൊരു നോമ്പ്? ഹിന്ദുക്കൾ നോമ്പ് പിടിച്ചാലും ക്രിസ്ത്യാനികൾ നോമ്പ് പിടിച്ചാലും മുസ്ലിങ്ങൾ നോമ്പ് പിടിച്ചാലും ഒന്നുമില്ല, ശരീരത്തിന് നല്ലതാണ്. അതിപ്പോ എല്ലാരും അങ്ങനെ ചെയ്യുന്നുണ്ട്. ചോറുണ്ടെങ്കിൽ ചോറെടുത്തോളൂ. ചോറൊക്കെ ഇത് ചോദിക്കണ എനിക്ക്. എന്റെ അമ്മ ആ വീട്ടിലുണ്ടായിട്ട് ഒരു നേരം ഭക്ഷണം വെച്ചു കൊടുക്കാൻ അവർക്ക് പറ്റില്ല. അവർക്ക് നോമ്പാണെങ്കിൽ എന്താ ഭക്ഷണം വെക്കാൻ അറിഞ്ഞൂടെ? അവർക്ക് പറ്റാഞ്ഞിട്ടാണ് ഇത്രയും നാളും വെച്ച് തന്നത്. അവർക്ക് ഒരാൾക്കായിട്ട് വെക്കണ്ടെന്ന് വിചാരിച്ചു. ഇവിടെ കാണുമല്ലോ, ഞാൻ സാധാരണ വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ട് വരത്തില്ല. അവളങ്ങനെ കരുതിയതുള്ളൂ. അല്ലാതെ വഴക്കിന് മര്യാദയ്ക്കൊന്നും പോട്ടെ. ചോറ് തരാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചോറ് തന്നാൽ മതി, അല്ലെങ്കിൽ ഞാനൊക്കെ പോയിക്കോളാം. എടി തങ്കം, ഇതിപ്പോൾ എന്തോന്നറിയാമോ? ചോറ് വെക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അത്ര അരി ലാഭമായി, ഗ്യാസ് ലാഭമായി, പിന്നെ അവർക്ക് ദേഹം അനങ്ങണ്ടല്ലോ. പിന്നെ ഒരാൾക്ക് വേണ്ടി ഇത്തിരി വയ്ക്കുന്നതന്നെ, അതുകൊണ്ടൊന്നും അല്ല. ഇത് അവൾക്ക് നോമ്പ് പിടിച്ചപ്പോൾ വല്ലാത്ത ക്ഷീണം. ഇവിടെ കാണുമല്ലോ, ഒരാൾക്ക് വേണ്ടി ഇനി വെക്കേണ്ടെന്ന് വിചാരിച്ചാണോ? അത്രേ ഉള്ളൂ. ഒരാൾക്ക് എന്തോന്നിട്ട് വെക്കാൻ. നോമ്പ് പിടിക്കാൻ നല്ലതല്ലേ? ശരീരത്തിന് നല്ലതാ നോമ്പ് പിടിക്കുന്നത്. നിന്നെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാ നീ പിടിക്കണ്ട. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പോയി ഇത്തിരി ചോറ് എടുത്തോണ്ടോ. എനിക്ക് നല്ല വിശപ്പ്. എന്നിട്ട് വേണം എനിക്ക് പോയി ഒന്ന് ദേഹം കഴുകണം. അത്ര വിശപ്പായി. സത്യം പറയാമേ, നോമ്പെടുത്തിട്ട് അവള് ഭക്ഷണം കഴിക്കാതിരിക്കാണോ? എന്നിട്ട് നീ തോക്കിനെ കയറി വെടി വെക്കരുത്. നീ ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി. നിനക്ക് അല്ലെങ്കിലും ആഴത്തി ചുവന്നൊരു ചിന്തയുണ്ട് അങ്ങോട്ട് കയറി. അതൊന്നും വേണ്ട. ഒന്നുമില്ല, അവള് കാണാതെ നിനക്ക് ചോറെടുത്തോണ്ട് വരാനാവും. മരുമോളെ നിനക്ക് ഏത് സമയം ഇതേ ഉള്ളൂ. ഓ, വിശന്ന് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് കനകളിയും വിശന്നിരിക്കുന്നത് എനിക്ക് വേണ്ട. അവൻ അതിൽ ഹോട്ടലിൽ കയറിയാലും കഴിക്കും. അമ്മയ്ക്ക് എടുത്ത് തുടങ്ങി, അമ്മയ്ക്ക് എടുത്ത് കൊടുക്കും. അമ്മ ഇത് കണ്ട അമ്മ നോക്കമ്മ, ആപ്പിളിൽ ഇതെന്താണെന്നറിയാമോ? ഈ സാധനം ആപ്പിളിൽ മെഴുക് തേച്ച് വെച്ചിട്ടുണ്ടോ? അല്ല, ഇതിപ്പോ ഈ മായ ഇല്ലാത്ത എന്തോന്നുണ്ട് ആഹാരം. ഇപ്പം മായ ഇല്ലാത്ത ഒരു സാധനം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഈ മരുമ ക്ലീറ്റസ് മാത്രമേ ഉള്ളൂ. എന്തോന്ന് വലിയ കാര്യമായിട്ട് കറിയൊന്നുമില്ല കേട്ടോ. ഓ, ഉള്ള കറി മതി. നല്ല വിശപ്പുണ്ട്. അയ്യോ, വയറ് കത്തിയിട്ട് വയ്യേ. ഈ നോമ്പ് എടുക്കണ ആൾക്കാരൊക്കെ സമ്മതിക്കണം. എൻ്റെ അപ്പ ഏട്ടാ, ആ എനിക്ക് ഭയങ്കര തലവേദന ഏട്ടാ. എന്തുപറ്റി? എന്തുപറ്റി? അത് ഈ ഒന്നും കഴിക്കാനായിട്ട് ഗ്യാസ് ആയിട്ടാന്ന് തോന്നണേ. ആ, അത് കൊള്ളാം. എന്ത് ചെയ്യും ഏട്ടാ?
പിന്നെ തൊണ്ട നനയ്ക്കാൻ കുറച്ച് വെള്ളം കുടിച്ചാലോ? എന്ത്? തൊണ്ട നനയ്ക്കാൻ വേണ്ടി മാത്രം ഇച്ചിരി വെള്ളം. എന്നൊരു കാര്യം ചെയ്യ്, അരയരച്ച ഗ്ലാസ് ആക്കിയിട്ട് ഒരു 4-5 പ്രാവശ്യം കുടിച്ചാൽ മതി. പിന്നെ വേണമെങ്കിൽ ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചു, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. അപ്പൊ നോമ്പ് മുറിയില്ലേ? പിന്നെ നോമ്പ് മുറിയില്ലേ? ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ നീ നോമ്പ് നോറ്റത്? ആണ്. പിന്നെന്താ പിടിച്ചു നിന്നൂടെ? പക്ഷെ ഇത്രയും ഞാൻ വിചാരിച്ചില്ല. ഇത് ആദ്യമായിട്ടല്ലേ ഇങ്ങനെ. എന്റെ കാലൊക്കെ കഴച്ചൊടിയ. ഇനി നോക്ക്, ഇനി ഒരു 3 മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ നോമ്പ് തുറക്കാം, അപ്പൊ കുഴപ്പമില്ല. അയ്യോ 3 മണിക്കൂറൊന്ന് വേഗമായ മതിയായിരുന്നു. എടി അതുവരെ പിടിച്ചു നിക്ക്. പിടിച്ചു നിക്കാൻ എന്തെങ്കിലും നടക്കണത് ഒരു ഭാഗത്ത് ഇരുന്നൂടെ? നടന്ന വിശപ്പ് കൂടുക ചെയ്യാ. ആണോ? അല്ല പിന്നെ ഒന്ന് ഇരിക്കാം. അയ്യോ ഏട്ടാ 3 മണിക്കൂറുണ്ട് അല്ലേ? 3 മണിക്കൂർ 6:44 ആവും. ആണോ? അയ്യോ എന്തൊരു മണം! മീൻ വറക്കണ മണം. അത് നോമ്പ് തുറ ഗംഭീരാക്കണമെന്നും പറഞ്ഞ അമ്മ മീൻ വറുത്തു. ഞാനവിടെ കുറച്ചു നേരം ചുറ്റിപ്പറ്റി നിന്നു. തിന്നാൻ തോന്നിയപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. നോമ്പ് തുറക്കണതിന്റെ കുറച്ച് മുമ്പായിട്ട് വറുത്താ പോരെ? ഇപ്പഴേ വറക്കണത് എന്തിന്? അപ്പൊ ഏട്ടനല്ലേ പറഞ്ഞേ പെട്ടെന്ന് സമയാവും, കുറച്ചു നേരം ക്ഷമിച്ചാ മതി എന്നൊക്കെ. അമ്മ അറിയോ? അറിയോ? അമ്മ എവിടെ? അമ്മ കുളിക്കുക. എന്ത്? നിങ്ങൾ നോമ്പ് നോമ്പ് എങ്ങനെയുണ്ട്? നോമ്പൊക്കെ കൊള്ളാം. കൊഴപ്പില്ല. സത്യം പറഞ്ഞാലേ ഈ നോമ്പ് എടുക്കണം നല്ലതാ. ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന ദൂഷിപ്പുകൾ കംപ്ലീറ്റ് മാറി കിട്ടും. എന്നാ പിന്നെ നിനക്ക് എടുത്തൂടെ? എനിക്ക് എൻ്റെ ആവശ്യമൊന്നുമില്ല. അതെന്താ, നിന്റെ ശരീരത്തിൽ ദൂഷിപ്പൊന്നുമില്ലേ? നിന്റെ ശരീരത്തിലല്ലല്ലോ, നിന്റെ മനസ്സിനകത്തല്ലേ ദൂഷിപ്പ്. മനസ്സിനകത്ത് ദൂഷിപ്പ് പോകാനുള്ള നോമ്പൊന്നും ആരും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതെ, നമ്മൾ 1-2 പറഞ്ഞ് വഴ കൂടണ്ട. ഒരു കഷ്ണം ആപ്പിൾ എടുക്കും. കഴിക്കും, ഒരു കഷ്ണം എടുക്കും, അത് കുഴപ്പമില്ല. ചേട്ടാ ഞങ്ങൾ നോമ്പില്ല. നല്ല കാര്യം ചെയ്യുമ്പോ ഇങ്ങനെ തടസ്സപ്പെടുത്തരുത്. ഒരു ആപ്പിൾ കഴിച്ചോണ്ടൊന്നും നോമ്പിലൊന്നും സംഭവിക്കില്ല. അത് കാശ്മീരി ആപ്പിളാണ്. കാശ്മീരി ആപ്പിൾ നീ ഇന്ന് വരെ അവിടെ വാങ്ങിയ ഒരു സാധനം ഞങ്ങൾക്ക് തന്നിട്ടില്ലല്ലോ. നീ ഇപ്പൊ ഇത് കൊണ്ടുവന്നത് എന്തിന്? ഇതെന്താ അറിയാമോ, ഞാൻ വന്നത് അമ്മയ്ക്ക് ഈ ബൗൾ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അമ്മ ഇതുപോലൊരു ബൗൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോൾ ആപ്പിളും കൂടെ ആയാലേ ഇത് കാണുമ്പോൾ അമ്മയ്ക്ക് അറിയാമല്ലോ എന്താ. പക്ഷേ കാശ്മീരി ആപ്പിളാണ്, കിലോ 250 രൂപ. രാവിലെ അവിടെ വണ്ടിയിൽ കൊണ്ടിട്ട് വിറ്റേ. നല്ല സൂപ്പർ സാധനം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അളിയാ, നമുക്ക് ഉള്ളൊക്കെ ഇങ്ങനെ തണുക്കും. കാശ്മീരിലെ മഞ്ഞടിച്ച ആ ഒരു അനുഭൂതി നമ്മുടെ ഉള്ളിൽ കിട്ടും. അമ്മ കുളിക്കാ, വരുമ്പോ വിളിക്കാം. അത് വന്നോട്ടോ, ഒരു കഷ്ണം എടുത്ത് കഴിക്കുക. ഞാൻ ഈ കുന്തെടുത്ത് വലിച്ചെറിയും കേട്ടോ ക്ലീറ്റസേ, കളിക്കാൻ നിൽക്കണ്. വേണ്ട എന്നോട് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാണത് കാണിക്കണത്? ഒരു കഷ്ണം ആപ്പിൾ വേണ്ടാന്ന്. വേണ്ട, ഒരു കാര്യം ചെയ്യും, ഇവിടെ വെച്ചിട്ട് നോക്കോ, ഞങ്ങൾ 6:45 കഴിച്ചോളാം. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കഴിക്കണം. എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഇതിന്റെ ഇത് പോകും. ഈ കുന്തെടുത്ത് വലിച്ചെറിയും കേട്ടോ. നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? പിന്നെ അല്ലാതെ ഞാൻ ഒരു കഷ്ണം ആപ്പിൾ കഴിക്കാനല്ലേ. വേണ്ട നിന്നോട് പറഞ്ഞാൽ തന്നെ തലയ്ക്കത് കയറും. അതെ, ഞാൻ ഒരു കാര്യം പറയാം. നോമ്പ് എടുക്കാനുള്ള ശേഷി ഇല്ലെങ്കിൽ അത് എടുക്കരുത്. വെറുതെ എന്തിനിങ്ങനെ നോമ്പ് എടുത്തിട്ട്. എന്റെ പൊന്നെ ക്ലീറ്റർ ചേട്ടാ, അല്ലെങ്കിൽ തന്നെ തലവേന എടുത്തിട്ട് പാടില്ല. ഒരു കാര്യം ചെയ്യാതെ കൊടുത്താ. ഇല്ല, ഇത് തരണില്ല. ഇത് എനിക്കറിയാം, ഒറ്റയ്ക്ക് തിന്നാ. നിങ്ങൾ ആരും സഹായിക്കണം. ഞാൻ ഈ കുന്തെടുത്ത് വലിച്ചെറിയും കേട്ടോ. എന്നാ പിന്നെ അങ്ങ് തിന്നൂടെ? ഏട്ടാ എന്താ ഇപ്പൊ അവൻ ഈ സാധനമായിട്ട് ഇങ്ങോട്ട് വന്നത്? അതല്ല, നമ്മുടെ നോമ്പ് മുറിഞ്ഞാണോ? എന്ത്? അമ്മ പറഞ്ഞു നോമ്പ് എടുക്കുമ്പോ ദേഷ്യപ്പെടരുതെന്ന്. അതിപ്പോ ഇങ്ങനെ ചൊറിച്ചില് കാണിക്കുമ്പോ പിന്നെ ദേഷ്യം വരാതിരിക്കൂ? എന്നാലും ദേഷ്യപ്പെടുന്നത് കുഴപ്പല്ലേ? അങ്ങനെ കുഴപ്പമൊന്നുമില്ല. സമയത്രയായി? ആയോ? സമയൊന്നും ആയില്ലടി, ആവുന്നല്ലേ ഉള്ളൂ. ഈ ഫാസിലിനെയൊക്കെ സമ്മതിക്കണം. ഇനി 3/4 മണിക്കൂർ സമയം. ജമന്തി എന്താ? എന്തിനാണ് ഇക്കണ്ട സാധനങ്ങൾ മുഴുവൻ ഇവിടെ കൊണ്ടുപോകുന്ന നേരത്തിന് ഇപ്പൊ തന്നെ? ഇനി സമയമുണ്ട്. അങ്ങനെ ആ സമയമാകുമ്പോ പിന്നെ ഇതൊക്കെ എടുത്ത് വെക്കണം. അപ്പൊ പിന്നെ സമയം പോവും. ഇതാവുമ്പോ സമയമാകുമ്പോ വേഗം കഴിക്കാലോ. എനിക്ക് വിശന്നിട്ട് വയ്യട്ടോ. ഞാനിപ്പോ ചാവും. സമയായോ? ഒരു 3 താറാമുട്ട പുഴുങ്ങി അവിടെ വെച്ചിരുന്നു. എടുക്കാന്ന് വിചാരിച്ചു നോക്കിയപ്പോ കാണുന്നില്ല. നീ എടുത്ത ജമന്തി? ഞാൻ എങ്ങനെ എടുക്കട്ടെ? എനിക്ക് നോമ്പല്ലേ. അമ്മേന്റെ അടുത്ത് നിന്ന് കാണും, ഓർമ്മയില്ലാണ്ടാവും. നീ പോടാ, നിന്റെ ജോലി നോക്കി. നീ തന്നെ
തന്നെടാ എടുത്തത്, നീ തന്നെ. ഒരു മാറ്റവും ഉള്ള കാര്യമല്ല, കൊതിമൂത്തെടുത്തതാ നീ. പക്ഷേ ഞാനൊന്നും എടുത്ത് എന്താണ് അമ്മ ഈ പറയണത്? പിന്നെ അതെങ്ങനെ പോയി ചുട്ടിട്ട കോഴി പറന്നു പോയാ? എന്തുവാടാ പറയുന്നത്? ഏട്ടാ കഴിച്ചോ? എന്ത് മുട്ട ഇല്ലാന്ന്? ചേട്ടാ അത് പിന്നെ എങ്ങനെ എന്ത് പറയാനാ? ഞാൻ അവിടെ വെച്ചിരുന്നതാണ്, ഇപ്പൊ ചെന്ന് നോക്കിയപ്പോ അത് കാണുന്നില്ല. അമ്മേ ക്ലിറ്റോ ചേട്ടനായിരിക്കും. അവന് വ്രതമൊന്നുമില്ലേ, നോമ്പില്ലേ? പിന്നെ നോമ്പ് ഞങ്ങൾക്ക് രണ്ടുപേർക്കല്ലേ ഉള്ളൂ. അത് ശരി. ക്ലീറ്റോ ചേട്ടൻ ഇവിടെ പരതി നടക്കുന്ന നമ്മള് കണ്ടില്ലേ? എന്നാ പിന്നെ അവനെടുത്ത് കാണും, ചെന്ന് ചോദിച്ചിട്ട് വരാം. അറിയണമല്ലോ ആരാണ് എടുത്തതെന്നുള്ളത്. എന്തായാലും എന്നാ മുട്ടകളനെ പിടിക്കട്ടെ, മുട്ടകളനെ പിടിക്കട്ടെ. നിങ്ങൾ പോയി, എനിക്ക് വിശന്നുണ്ട് ചെയ്യാം. ഇപ്പൊ വരാം. സമയമാകുമ്പോ ഓടി തന്നെ. എന്താ ഒരു ജോലിക്ക് ഇറങ്ങി അത് തീരണവരെ എൻ്റെ കൂടെ നിൽക്കണം കേട്ടല്ലോ. ഞങ്ങള് മുടിയെന്ന് ചെടി മുറിക്കാൻ പോകുന്നത്. നമ്മുടെ ആ പടി ഇറങ്ങി വരൂലേടി, അവിടെ ഒരു ചെടി എപ്പോഴും എൻ്റെ കാലിൽ കയറി തട്ടും. എന്ത് എടി, അതിലെ മുള്ള എൻ്റെ കാലിൽ കയറി കൊള്ളുന്നു. അങ്ങോട്ട് മാറി നടന്നാ മതി. വല്ല വീട്ടിൽ നിന്ന് ഞാൻ തെണ്ടി കൊണ്ടുവന്ന് നട്ടേക്കണതാ. അല്ല, ഞാനേ രണ്ടൊന്ന് താറാമുട്ട മുഴുകി വെച്ചിരുന്നു, ഇപ്പൊ കാണുന്നില്ല. നിങ്ങൾ ആരെങ്കിലും എടുത്താ? താറാമുട്ട. താറാമുട്ടയോ? ഞങ്ങൾക്ക് അതല്ല പണി. അയ്യോ, അവിടെ ആൾക്കാരില്ലേ, അവര് എടുത്ത് കഴിക്കില്ലേ? ഇപ്പൊ അത് കഴിച്ച് ഇവിടെ വന്നാ? അല്ല, അവിടെ ആരും എടുത്തില്ല. അല്ലെങ്കിൽ തന്നെ അവർക്ക് നോയമ്പല്ലേ, അവരെടുക്കത്തില്ല. അത് കാണുന്നില്ല, അതുകൊണ്ടൊന്ന് ചോദിച്ചെന്നേ ഉള്ളു. അല്ല അമ്മ, അവിടെ കാണാതെ പോണ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ കാണും. അമ്മ എടുത്ത് ആരാ പറഞ്ഞു തന്നെ? ഇടാ അങ്ങനെയല്ല, അവിടുത്തെ സാധനം ഇവിടെ ഇരിക്കും, അവിടെ നിന്ന് ഇവിടെ എടുക്കും. ഞാൻ കോഴി വിളമ്പിക്കൊണ്ട് തന്നിട്ടില്ല, നിങ്ങളൊന്നും കഴിക്കാത്ത രീതിയിൽ. അയ്യോ അതല്ല എടുത്ത്. അമ്മ അത് പറയരുത്. ഞാനൊരു 2 കഷ്ണം കടുക് പോലും മേടിക്കണമെങ്കിൽ അമ്മയോട് ചോദിച്ചിട്ടല്ലേ എടുക്കാറുള്ളൂ. അമ്മ അടുക്കള കയറി ഞാനെല്ലാം മോഷ്ടിച്ചിട്ടുണ്ട് വരും. അങ്ങനെ ഈ നമ്മുടെ വീട്ടിലൊരു സാധനം കാണാനില്ല, അപ്പൊ നമ്മുടെ വീട്ടിലുള്ള ആളുകളോടല്ലേ ചോദിക്കൂ. കനക, നിന്നെ ഞാൻ സമ്മതിച്ചിട്ടാ. അമ്മ വന്ന് ചോദിച്ചത് സമ്മതിച്ച്. എന്റെ വീട്ടിലെ മുട്ട കാണാനില്ലാന്ന് പറഞ്ഞേ ആണെത്തം വന്ന് നിക്കണത്. വീട്ടിനകത്ത് ഇതിപ്പോ ഒരു മുട്ട കേസ്. ഇനി വേറെ എന്തെങ്കിലും ആണെങ്കിലോ അപ്പൊ വീട്ടുകാരോട് ചോദിക്കണ്ടേ? നിങ്ങളുടെ വീട്ടിൽ നിന്ന് സാധനങ്ങൾ കാണാതായണെങ്കിൽ അത് നിങ്ങൾ അന്വേഷിച്ചോളാം, അല്ലാതെ ഇവിടെ വന്ന. അതുകൊണ്ടാണ് അന്വേഷിക്കാൻ. സാരമില്ല, അവള് അങ്ങനെ കണ്ടോട്ട് പോട്ട്, സാരമില്ല. മുട്ട ഞാൻ കണ്ടമ്മ. ഈ 2 മുട്ടയും വിരിഞ്ഞ് താറാക്കോട്ടിയായിട്ട് ഇങ്ങനെ പറന്ന് കളിയാക്കൊന്നും വേണ്ട നീ. ഞങ്ങൾ പുഴിഞ്ഞ മുട്ട ആട വെച്ചാലൊന്നും വിരിയത്തില്ല. നിങ്ങൾ മുട്ട എടുത്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല. ഇത്ര വേറെ ഒരു കുഴപ്പമില്ല. അതിന്റെ ആവശ്യമില്ല. മുട്ട ഇവിടെ ആവശ്യമില്ലെങ്കിൽ ഇല്ല, കണ്ടില്ല, തീർന്നില്ലേ? ഇത് വന്ന് ചോദിക്കേണ്ട കാര്യമില്ല. പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കാം. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്ര ചാട്ടിയാരം. നാണമല്ലാത്ത വർഗങ്ങൾ. എന്റെ കോഴി കാണാതെ എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാം. ഇത് മുട്ടാരെ പേര് പറഞ്ഞു നമ്മളെ കളിയാക്കാനായിട്ട്. എല്ലാം കഴിഞ്ഞ് മുട്ട ജീവിക്കാൻ തരില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടേന്ന്? അല്ല ഞങ്ങേ ഒന്നും വേണ്ട. വഴിക്കും പോണ്ടോ? അതെ, നമുക്ക് ആ ചെടി മുറിക്കാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ, അത് പിഴുത് കളയാൻ പാ. ഇല്ല, ഞങ്ങളെ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോവാ. എടി, നിനക്കൊന്ന് കുളിച്ച് കഴിക്കായിരുന്നില്ലേ? കുളിച്ച് കഴിച്ചപ്പോല്ലേ 4 ചപ്പാത്തി കൂടെ അധികം നിന്നു. എത്ര ചപ്പാത്തി? 12. നിനക്കെന്താ വിചാരിച്ച പോലുള്ള പോളിംഗ് കാണാനല്ലോ. ഞാൻ ആ മുട്ട ഇന്നുകൊണ്ട് വലിയ ഇഷ്ടമില്ല. അമ്മയുടെ അമ്മ മുട്ട. അയ്യോ അവരാരും എന്താടാ മുട്ട എടുത്ത് കഴിച്ച് ഇവിടെ അമ്പടി കള്ളി. എവിടെ ആള് മോശമല്ലല്ലേ, ചുമ്മാതെങ്കിലും അവിടെ ചെന്ന് നടന്ന് ഞാൻ വേണ്ടാത്തതൊക്കെ പറഞ്ഞു. അമ്മേ അത് ഞാനല്ലേ വൈകുന്നേരം അതുവഴി മറന്നു പോയപ്പോഴേ അമ്മ പുഴുങ്ങി വെച്ച മുട്ട കണ്ട്. അപ്പൊ ഞാൻ അതെടുത്ത് തിന്നുകയും ചെയ്ത് 4 ഗ്ലാസ് വെള്ളവും കുടിച്ച്. അത് ഞാൻ അപ്പൊ നോമ്പാണ് മറന്നു പോയതുകൊണ്ടാ. പിന്നെ തൊട്ട് ഞാൻ നോമ്പാ. ഇപ്പൊ ഞാനൊന്നും കഴിച്ചിട്ടില്ല. അത് നല്ല നോമ്പാണ് കേട്ടോ, നല്ല നോമ്പാ. ഇനിയിപ്പോഴത്തന്നെ അമ്മ അമ്മ നാത്തൂനോടൊന്നും പറയരുത്. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നീ വാരി തിന്നില്ലേ? ഇനിയിപ്പോ പറഞ്ഞിട്ടുണ്ട്. നീ കഴിക്കുക പോയി. ഇനി ഇത് ഓരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും കേട്ടാ ഒന്നും പറയമ്മ. ഇനിയിപ്പോ നീ ആരോടും പറയാനൊന്നും പോണ്ട കേട്ടാ. ചീത്തയും വിളിച്ച്
അതെ അതെ ആ ആ അല്ല അവനെ ചീത്ത വിളിച്ചാൽ പോരാ, അവന് 4 എണ്ണം പറയാറുണ്ട് എനിക്ക്. അതെന്തിന്? അമ്മ ഞങ്ങൾ അവിടെ നോമ്പ് നോറ്റിരിക്കുന്ന സമയത്ത് ഇവൻ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ആപ്പിൾ തിന്നോണ്ടിരിക്കുക. അത് തീർച്ചയായിട്ടാണ്. എടാ നോമ്പ് പിടിച്ചാൽ നോമ്പ് തന്നെ ആയിരിക്കണം. ആരെന്ത് കാണിച്ചാലും അങ്ങോട്ട് കൊതി നോക്കാൻ പാടില്ല, അറിയാമോ നിനക്ക്? ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലല്ലോ. പക്ഷെ എന്നാലും ഞാൻ ഇതൊക്കെ കേട്ടെ, ഈ നോമ്പ് തുറങ്ങി കഴിഞ്ഞാലുണ്ടല്ലോ കാര്യങ്ങളോട് പോയിട്ട് 4 വർത്താനം പറയും ഉറപ്പത്. എന്നാ ചെന്നോടൊന്ന് പറഞ്ഞു കൊടുക്കും. നോമ്പും പിടിച്ചിട്ട് വല്ലവരെയും എടാ നോമ്പ് പിടിച്ചാൽ ആരെയും ഒന്നും പറയാൻ പാടില്ല, മര്യാദ ഇരിക്കണം. ആ നല്ലത്. മക്കളിയുടെ മൂളിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ അളിയാ ഓ ഒന്നും വന്നേ. എന്നെ നോമ്പെല്ലാം കഴിഞ്ഞോ? ആ നോമ്പൊക്കെ കഴിഞ്ഞ്. ഇല്ലെങ്കിൽ സമാധാനം. അല്ലെങ്കിൽ ചിലപ്പോൾ നീ എന്നെ പിടിച്ച് തിന്നാലോ വിശന്നിട്ട്. നീ എവിടെ പോയത്? ഞാൻ ഇച്ചിരി പഴം മേടിക്കാൻ വേണ്ടി കടയിൽ പോയി. ഇതെന്ത് പഴമാണോ? ഓ ആ ഒരു 4 എണ്ണം ഞാൻ തിന്നട്ടെ. ആ പഴം 3 പേരുള്ളത്, 4 എന്ന് പറഞ്ഞാൽ 3 എണ്ണം ഞങ്ങൾക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ. താന്ന് ചുമ്മാ കളിയാ കളിക്കല്ലേ താത്. ചുമ്മാ ഇത് എനിക്ക് തക്കളി നോക്കും. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ തലക്കകത്ത് എന്താണ്? എന്ത് കുതിരച്ചാണകോ? എടാ ഇത്ര നാളും പ്രായമായില്ലേ, നീ എന്തിനാണ് ഞങ്ങളവിടെ നോമ്പ് നോറ്റിരിക്കുന്ന സമയത്ത് ആപ്പിൾ കൊണ്ടുവന്നതിന് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് നിന്നിരുന്നത്? ഓ അതാണോ? ആപ്പിൾ ഞാൻ കൊണ്ടുവന്ന് നിനക്ക് നോമ്പാണെങ്കിൽ നീ കഴിക്കരുത്, നീ വേണ്ടാന്ന് പറഞ്ഞു, ഞാനത് കഴിച്ചു. അതിന് നിനക്കെന്താ ബുദ്ധിമുട്ടില്ല? ഞാൻ ചോദിക്കണതല്ല, നീ എന്തിനാണ് അവിടെ കൊണ്ടുവന്നത് അത് പറ. ഞാൻ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നല്ലേ. അമ്മയ്ക്ക് കൊടുത്താ? അമ്മ കുളിച്ചോണ്ടിരുന്ന അമ്മയ്ക്ക് അതിനുള്ള ബാക്കിയില്ല, അതെന്റെ കുറ്റമല്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞിട്ട് വെറുതെ ഞാൻ വർത്തമാനം പറയാൻ നിൽക്കരുത് കേട്ടോ. ഈ കൈ കൊണ്ട് സംസാരിക്കില്ല. കൈ കൊണ്ട് സംസാരിക്കില്ല അതിനോട്. ആ പിന്നെ നീ എന്നെ വിളിച്ചു വരുത്തി ഇത് സംസാരിക്കാനാണ്? ആ അതിനെ സംസാരിക്കാൻ വേണ്ടിട്ട്. ഞാൻ ആപ്പിൾ നീ ചെയ്ത പോക്രിത്തരാണെന്ന് പറയാൻ വേണ്ടിട്ട്. അത് പോക്രിത്തരാണോ അല്ലേ? എന്നെ സംബന്ധിച്ചതല്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ റോഡിൽ അവിടെ മുക്കിന് കടകളിൽ വാടകയും വാഴയ്ക്കപ്പോ അത് ഇതൊക്കെ പൊരിച്ചു വെച്ചേക്കല്ലോ. അപ്പൊ അതൊക്കെ കണ്ടിട്ട് നീ എന്ത് അവരുടെ പറയാ? നീ വെറുതെ മുപ്പനായകൾ പറയാൻ നിൽക്കല്ലേ. നീ ചെയ്ത് വൃത്തിയാടാണ്, അത് ചെയ്യാൻ പാടില്ല. ഞാനൊരു കാര്യം ചെയ്യാൻ പാടില്ല. ഞാൻ സമ്മതിച്ചതിന് കുഴപ്പം. നോമ്പ് എടുക്കാനുള്ള ശേഷി നോമ്പ് എടുക്കാനുള്ള ശേഷി ഉണ്ടോ നോമ്പ് എടുത്തത്? കണ്ണിന് മുമ്പ് ആഹാരം പലതും കാണണം, അതൊക്കെ വേണ്ടെന്ന് വെക്കലാണ് നോമ്പ്. അത് ബാക്കിയുള്ള അതന്നെയാണ് പറഞ്ഞത്. എനിക്കത് അറിയാം, അത് ചെയ്യാൻ അറിയാന്നുള്ളതാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഞങ്ങൾ കഴിക്കൂലേ? ഞാനത് കൊണ്ടുവന്ന് നീ തെറ്റാണ് പറ്റാത്ത സംസാരിക്കാൻ കൊറേ നേരമായിട്ട് ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. എന്താന്നാണ് ഇവിടെ? അമ്മ ഞങ്ങൾ ഇവിടെ നോമ്പ് നോറ്റിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ആപ്പിൾ തിന്നാ ഇവൻ തമ്മടുത്തല്ലത്. ഓ എന്റെ അമ്മയ്ക്ക് തരാൻ വേണ്ടി ഞാൻ കുറച്ച് ആപ്പിൾ കൊണ്ടുവന്നു. അപ്പൊ അമ്മ കുളിക്കാൻ പോയിരുന്നേ, ഇവരിവിടെ ഇരുന്നപ്പോ ഇവരോട് ഓരോ കഷ്ണം വേണമെങ്കിൽ എടുത്ത് കഴിക്കാൻ പറഞ്ഞു. ഇവർക്ക് നോമ്പാണെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. അത് തെറ്റാ? എന്നിട്ട് നീ അമ്മയ്ക്ക് കൊടുത്താ? അമ്മ നിർത്ത്. ഇവിടെ നോമ്പുകാലമായാലും മണ്ഡലകാലമായാലും മനുഷ്യർ പാലിക്കേണ്ട ചില സദ്ഗുണങ്ങളുണ്ട്, അറിയാമോ? അത് ഈ നോമ്പുകാലവും മണ്ഡലകാലവും കഴിഞ്ഞ് വലിച്ചെറിയാനുള്ളതല്ല, ജീവിതകാലം മുഴുവനും പാലിക്കാനുള്ളതാ. എന്നാലേ ഈശ്വരാധീനം ഉണ്ടാകും. അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മ. പോയി